ചെറുപ്പകാലം തൊട്ടേ കേൾക്കുന്ന ഒരു പേരാണ് KT മുഹമ്മദ് എന്നത്. കാഫർ എന്ന നാടകം ഇവിടെ കളിച്ചിരുന്നു. കറവറ്റ പശു ഇവിടെ കളിച്ച മറ്റൊരു നാടകം ആണ്. ആ രണ്ട് നാടകങ്ങളുടെയും നോട്ടീസിൽ സാധാരണ കാണാത്ത ഒരു മുസ്ലിം പേര് കണ്ടു, KT മുഹമ്മദ്. മുസ്ലിങ്ങൾ നാടകക്കാരാവുന്നത് അസാധാരണമാണ്. അതുകൊണ്ട് ആ പേര് മനസ്സിൽ പതിഞ്ഞു നിന്നു. പെട്ടെന്ന് ഓർമ്മകൾ കട്ട് ചെയ്ത് കഴിഞ്ഞ വർഷത്തിലേക്ക് കൊണ്ടുപോകട്ടെ. കോഴിക്കോട് മാനാഞ്ചിറക്ക് കിഴക്കുള്ള പഴയ ഇംഗ്ലീഷ് പള്ളിയുടെ അടുത്ത് KT മുഹമ്മദിൻ്റെ വലിയ ഒരു പ്രതിമ ഉണ്ട്. ആ ശില്പം ചെയ്തത് ജീവൻ തോമസ് ആണ് എന്നറിയുന്നു. ആ പ്രതിമ ഇവിടെ അടുത്ത് ഒരു സുഹൃത്തിനൊപ്പം എത്തിയപ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകളും വികാരങ്ങളൊക്കെ ഉണ്ടായി. KTയുമായിട്ടുള്ള ചെറിയ അടുപ്പം ഒരു നാടകത്തിൽ എന്ന പോലെ മനസ്സിൽ തെളിഞ്ഞു. ആ സന്ദർഭത്തിൽ സുഹൃത്ത് പറഞ്ഞൊരു വാക്യം പെട്ടെന്ന് ഓർക്കുകയാണ്. ഇന്ത്യയിലെ ഒരേ ഒരു മുസ്ലിം പ്രതിമയായിരിക്കും ഇത്. അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് ഈ സന്ദർഭത്തിൽ കടക്കുന്നില്ല. KT വ്യത്യസ്തമായി തൻ്റെ സമുദായത്തെയും ലോക സമുദായത്തെയും നാടകത്തിലൂടെ ദൃശ്യപരമായി വാചികമായി വിശകലനം ചെയ്ത ആളാണ്. അങ്ങനെ ഒരാൾക്ക് മരണാനന്തരം ഒരു നഗര ദൃശ്യമായി സ്ഥിരപ്പെടാൻ എല്ലാ അവകാശവും ഉണ്ട് എന്നൊക്കെയാണ് ഞാൻ മറുപടിയായിട്ട് പറയേണ്ടത്. പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല. അന്ന് പറയാൻ ബാക്കി വെച്ച വാക്യം ഇപ്പോൾ ഇവിടെ നിങ്ങളോട് പറയുകയാണ്. കേരള നാടകത്തിൽ അടിസ്ഥാനപരമായ മാറ്റമുണ്ടാക്കിയ ആളാണ് KT മുഹമ്മദ്. G ശങ്കരപ്പിള്ളയെ പോലെ, വയലാ വാസുദേവൻ പിള്ളയെ പോലുള്ള നാടക ചരിത്രകാരന്മാർ അദ്ദേഹത്തെ എത്ര തഴയാൻ ശ്രമിച്ചാലും കേരളത്തിലെ നാടക പ്രേമികൾക്ക്, നാടകത്തിൻ്റെ രംഗരാഷ്ട്രീയം ബോധ്യമുള്ള ആളുകൾക്ക് KTയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. KTയെ നാടകം എന്ന അർത്ഥത്തിൽ ഞാൻ ആദ്യമായിട്ട് കണ്ടത് സംഹാരം എന്ന നാടകമാണ്. പയ്യന്നൂർ ഗാന്ധി മൈതാനിയിൽ സംഹാരം കാണാൻ വേണ്ടി പോയി. അതിൽ മരിച്ചുപോയ ഒരു വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു പോയ സാധാരണക്കാർ, തൊഴിലാളികൾ, ആ വെടിവെപ്പിനെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്ന കോടതിയിലേക്ക് മണ്ണിനടിയിൽ നിന്ന് വരുന്ന വിഭ്രാമകമായ കാഴ്ചയുണ്ട്. വൈലോപ്പിള്ളിയുടെ കുടിയൊഴുക്കലിൽ ചത്തുപോയ ആളുകൾ ചീവീടുകളായി ശബ്ദിക്കുന്ന രംഗമുണ്ടല്ലോ, ആ രംഗം ആണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ജമ്പക ജമ്പോ എന്ന വിചിത്രമായ വായ്ത്താരിയോടുകൂടി മണ്ണിനടിയിൽ നിന്ന് രക്തസാക്ഷികൾ കടന്നു വരുന്ന രംഗം. അതുണ്ടാക്കിയിട്ടുള്ള നാടകീയമായ ഫലത്തെക്കുറിച്ച് ഇന്നും എനിക്ക് ഒരു ശങ്കയും ഇല്ല. അതോടുകൂടി KTയോടുള്ള ഇഷ്ടത്തിന് വർധനവുണ്ടായി. KTയുടെ ചില വേദികളിൽ പോയിരുന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ശ്രദ്ധിച്ചു. അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു, നാടകം എന്ന് പറയുന്നത് സ്പോക്കൺ വേർഡ് അല്ല, എനാക്റ്റഡ് വേർഡാണ്. വാചികാഭിനയത്തിന് നാടകത്തിൽ പ്രാധാന്യമുണ്ട്. KTയുടെ നാടകം ദൃശ്യത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന നാടകം അല്ല. വാക്കിന് പ്രാധാന്യമുണ്ട്. പക്ഷേ ആ വാക്ക് അഭിനയിക്കപ്പെടുന്ന, നാട്യമായി മാറുന്ന, നടനമായി മാറുന്ന വാക്കാണ്. എനാക്റ്റഡ് വേർഡ്സ് ആണ് എന്ന് KT എപ്പോഴും പറയും. അദ്ദേഹം ഞാൻ പോകട്ടെ എന്നൊരാൾ പറയുന്നത് വ്യത്യസ്ത രീതിയിൽ അഭിനയിച്ച് കാണിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ നാടകത്തിൻ്റെ ഈ ഒരു സ്വഭാവം
അദ്ദേഹത്തിൻ്റെ സംഹാരം എന്ന നാടകം കാണുമ്പോൾ വളരെ തെളിഞ്ഞ് കാണുകയുണ്ടായി. പിന്നീട് എപ്പോഴോ ആണ്, കുറച്ച് മുതിർന്നതിന് ശേഷമാണ് കെ ടിയുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവുന്നത്. കെ ടിയുടെ സഹപ്രവർത്തകരായ ചില ആളുകളെ അറിയാം. അവർ ചിലർ സംസാരിച്ചിട്ടുണ്ട്, നാടകക്കാർ. അപ്പോൾ അവർ പറയാറുള്ള കാര്യം കെ ടി വളരെ വികാരജീവിയായിട്ടുള്ള ഒരു കലാകാരനാണ് എന്നാണ്. കെ ടിയുടെ നാടകങ്ങൾ മിക്കവാറും എല്ലാം അദ്ദേഹം തന്നെയാണ് സംവിധാനം ചെയ്യുക. അപ്പോൾ ഓരോ കഥാപാത്രവുമായിട്ട് കെ ടി മാറും. വികാരം കൊണ്ട് നിറഞ്ഞ ശരീരമായിരിക്കും സംവിധായകനായ കെ ടിക്ക് ഉണ്ടാവുക. റിഹേഴ്സൽ ക്യാമ്പുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്നത് സംവിധായകനായിട്ടുള്ള കെ ടി ആയിരിക്കും. കെ ടി തന്നെപ്പോലെ തന്നെ എല്ലാവരും ചെയ്യണമെന്നുള്ള വാശിക്കാരനായിരുന്നു. അങ്ങനെ വികാരം കൊണ്ടുള്ള ഒരു ഉടൽ എന്നുള്ള നിലക്കാണ് കെ ടി നാടക പരിശീലന സന്ദർഭങ്ങളിൽ മാറുക എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് നേരിട്ട് അനുഭവപ്പെട്ടു. അദ്ദേഹമായിട്ട് അടുപ്പം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം ചിലപ്പോൾ ആകെ വിയർക്കും, ആകെ മൊത്തത്തിൽ വിയർത്ത് ചിലപ്പോൾ കരച്ചിലിൻ്റെ വക്കോളം എത്തും ചില കാര്യങ്ങൾ പറയുമ്പോൾ. ചില ഓർമ്മകളുണ്ട്. കെ ടിയുടെ കൂടെ ചില പ്രസംഗവേദികൾ പങ്കിടുമ്പോൾ കെ ടിക്ക് ശേഷമാണ് ഞാൻ പ്രസംഗിക്കുന്നതെങ്കിൽ, മിക്കവാറും അങ്ങനെ ആയിരിക്കുമല്ലോ, ആ പ്രസംഗപീഠം തൊടാൻ കുറച്ച് വിഷമായിരിക്കും. കാരണം കെ ടി കൈവച്ച് വിയർപ്പ് കൊണ്ട് നിറഞ്ഞതായിരിക്കും ആ പ്രസംഗപീഠം. കെ ടിയുടെ വിയർപ്പിലും ആ വിയർപ്പിൻ്റെ ഉപ്പിലും കൈവെക്കാതെ തുടർന്ന് വരുന്ന ആൾക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല. അത് അത് ഒരുപക്ഷെ മറ്റുള്ളവർ മനസ്സിലാക്കൂല. ഈ പ്രസംഗിക്കാൻ വേണ്ടി അവിടെ ചെല്ലുന്ന ആൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അത്രയും വികാരത്തെ ഭാഷയാക്കി മാറ്റുന്ന ആളായിട്ടാണ് കെ ടിയെ കാണുന്നത്. അത് അദ്ദേഹത്തിൻ്റെ നാടകത്തിൻ്റെ ഊർജം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ബോധം, ഇതൊക്കെ വികാരമായി, കലാപരമായ വികാരമായി മാറ്റാൻ, വിചാരത്തെയും വികാരമായി മാറ്റാൻ ഏറ്റവും ഫലപ്രദമായി സാധിച്ച മലയാള നാടകകാരൻ കെ ടി മുഹമ്മദാണ് എന്ന് പറയാം. അദ്ദേഹം എന്തുകൊണ്ടോ വല്ലാത്ത ഇഷ്ടം എന്നോട് കാണിച്ചിരുന്നു, പലരോടും കാണിച്ചിട്ടുണ്ടാവാം. അത് നാടകം എന്നുള്ള ഒരു മീഡിയവുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്ടങ്ങളാണ്. കെ ടിയുടെ വലിയൊരു ആഗ്രഹം സാക്ഷാത്കാരം എന്ന അദ്ദേഹത്തിൻ്റെ നാടകം ഇംഗ്ലീഷിൽ വരണം എന്നായിരുന്നു. ഞാൻ അതിനുവേണ്ടി ചില പണികൾ തുടങ്ങി വെച്ചിരുന്നു, ഇംഗ്ലീഷിലാക്കാൻ വേണ്ടിയിട്ട്. അതൊരു ഇന്ത്യൻ നാടകമാണെന്നുള്ള വിചാരം കെ ടിക്ക് ഉണ്ടായിരുന്നു, മറ്റേ പലർക്കും ഉണ്ട്, എനിക്കുണ്ട്. അത് സോഷ്യലിസം വന്നാൽ മാത്രം മരിക്കുന്ന ഒരു മുത്തച്ഛനാണ് ഇതിലെ പ്രധാന കഥാപാത്രം. അത് മലയാളം പോലെ ഇന്ത്യയിലെ ഒരു ഭാഷയിൽ, ഒരു പ്രധാന ഭാഷയാണ് മലയാളം, പക്ഷെ ആ ഭാഷയിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ. ഇന്ത്യയിലേക്ക് മൊത്തത്തിൽ ഇന്ത്യയുടെ മൊത്തം ശ്രദ്ധ വരേണ്ട, ഇന്ത്യയിലെ നാടകപ്രവർത്തകരുടെയും നാടകപ്രേമികളുടെയും ഒക്കെ ശ്രദ്ധ വരേണ്ട ഒരു നാടകമാണ് സാക്ഷാത്കാരം എന്ന വിചാരം കെ ടിക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ഇംഗ്ലീഷിലാക്കി തുടങ്ങിയപ്പോൾ കെ ടിക്ക് വലിയ ഉത്സാഹമായിരുന്നു. പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു. പക്ഷേ പൊതുവെയുള്ള അലസത കൊണ്ടും കഴിവുകേട് കൊണ്ടും അത് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അത് എൻ്റെ എഴുത്ത് ജീവിതത്തിലെ, അങ്ങനെ ജീവിതം ഉണ്ടെങ്കിൽ ആ എഴുത്ത് ജീവിതത്തിലെ വലിയ സങ്കടങ്ങളിൽ ഒന്നായിട്ട് ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് 2 പുസ്തകങ്ങളുമായി എനിക്ക് ബന്ധപ്പെടാനുള്ള ഭാഗ്യമുണ്ടായി. ഒന്ന്, അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രയാസമൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ അക്ബർ കാക്കട്ടിലുമായിട്ട് ആലോചിച്ച് ചെയ്തൊരു കാര്യമാണ്. അക്ബർ കാക്കട്ടിലിന് കോഴിക്കോട്ടെ ഒലിവ് എന്ന് പറയുന്ന പുസ്തക പ്രസാധക സംഘവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഒരാശയം അക്ബർ മാഷോട് പറയുണ്ടായി. കെ ടിയുടെ കഥകളുണ്ട്. മാതൃഭൂമി നടത്തിയിട്ടുള്ള അന്താരാഷ്ട്ര ചെറുകഥാ മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടിയ കഥാകാരൻ കൂടിയാണ് കെ ടി. കണ്ണുകൾ എന്നുള്ള കഥ എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ കഥയടക്കമുള്ള കഥകൾ പുസ്തകമാക്കിയാൽ കെ ടിക്ക് അത് സഹായമായിരിക്കും. അത് പുതിയ വായനക്കാർ ആ കഥകളൊന്നും കണ്ടിട്ടുമില്ല, ആ പ്രാധാന്യമുണ്ട് എന്ന്. അപ്പോൾ കെ ടിയോട് സംസാരിച്ചു, കെ ടി സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ കെ ടി പറഞ്ഞ ഒരു കാര്യം, രാജൻ തന്നെ എന്നെ വിളിക്കുക, രാജൻ അതിനൊരു ചെറിയ കുറിപ്പ് എഴുതണം എന്നായിരുന്നു. അപ്പോൾ അതനുസരിച്ച് വേഗം ഒരു കുറിപ്പ് എഴുതുകയും ഈ ഒലിവിൻ്റെ ആൾക്കാർ അധികം വൈകാതെ തന്നെ ആ പുസ്തകം പുറത്തിറക്കുകയും ചെയ്തു. അത് കെ ടിക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. മറ്റൊന്ന്, കെ ടിയുടെ വെള്ളപ്പൊക്കം എന്ന് പറയുന്ന നാടകമുണ്ട്. ആ നാടകം മത സാഹോദര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് പ്രായോഗിക, ഒരു താത്വികമായിട്ടുള്ള വികാരപരമായിട്ടുള്ള പ്രയോഗത്തിൽ എങ്ങനെ മതങ്ങളുടെ സാഹോദര്യം സാധ്യമാവും എന്നാണ് പറയുന്നത്. ഈ മനുഷ്യമതം ആണ് പ്രധാനം എന്ന് പ്രായോഗിക അനുഭവങ്ങളിലൂടെ തെളിയിക്കാൻ ശ്രമിക്കുന്നൊരു നാടകമാണ്. ആ
ആ നാടകം പിന്നെ വളരെ മുമ്പ് കേട്ടി എഴുതിയതാണ്. പിന്നെ അത് കേട്ടി മൂലക്ക് വെച്ചു. പിന്നീട് അത് നാടകമായിട്ട് അദ്ദേഹത്തിൻ്റെ സംഘം കലിംഗ തിയേറ്റേഴ്സ് അവതരിപ്പിച്ചു. അങ്ങനെ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്നു. ഞാനൊക്കെ അങ്ങനെയാണ് അരങ്ങിൽ വെച്ചാണ് നാടകം പരിചയപ്പെടുന്നത്, പുസ്തകമായിട്ടല്ല. അപ്പോഴാണ് ഈ മാറാട് സംഭവം ഉണ്ടാകുന്നത്. കോഴിക്കോടിൻ്റെ കടപ്പുറമാണ് മാറാട്. മാറാട് രണ്ട് മതങ്ങളിലെ ആൾക്കാർ, മതഭ്രാന്തന്മാർ എന്ന് പറയാം, അവർ ഏറ്റുമുട്ടുകയുണ്ടായി, കൊലപാതകങ്ങൾ ഉണ്ടായി, അതേ ചൊല്ലി വലിയ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായി. അത് ഒരുപക്ഷെ മലബാർ കലാപമായിട്ട് പടരുമോ എന്നുള്ള ഭീതി കുറച്ച് ആളുകൾക്കെങ്കിലും ഉണ്ടായി. ആ സമയത്ത് ഞങ്ങളൊരാശയം പറഞ്ഞതാണ്, ഈ നാടകം പുസ്തകമാവേണ്ട സന്ദർഭം ഇതാണ്. അതുകൊണ്ട് പിന്നെ ഈ വെള്ളപ്പൊക്കം എന്നുള്ള പുസ്തകം പെട്ടെന്ന് നാടകമാവണം. അതിനെന്തോ സാധ്യത കോഴിക്കോട്ടെ ഒരു ചെറിയ പ്രസാധകൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ പെട്ടെന്ന് പുസ്തകമായി. അതിനും ഒരു ഔദാരിക എഴുതാനുള്ള അവസരം എനിക്ക് കേട്ടി തരികയുണ്ടായി. അതിൻ്റെ പുസ്തക പ്രകാശനത്തിലും പങ്കെടുത്തു എന്ന് ഓർക്കുന്നു. കോഴിക്കോട് ടൗൺ ഹാളിൽ MT വാസുദേവൻ നായർ ആണ് പുസ്തകം പ്രകാശിപ്പിച്ചത്. ആ മീറ്റിങ്ങിലും KT-യുടെ ഒപ്പം ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ അവസരം ഉണ്ടായി. വല്ലാത്ത അടുപ്പമുണ്ടായിരുന്നു. KT എന്നോട് എന്ന പോലെ പലരോടും പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ പറയേണ്ടതുണ്ട്. ഈ പൗരത്വ ബില്ലിൻ്റെ സമയത്ത്, പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ സമയത്ത് പറയേണ്ടതുണ്ട്. അതിതാണ്, 1948 അന്ന് ഇന്ത്യൻ പോസ്റ്റൽ സർവീസിലെ ഒരു ചെറിയ ജോലിക്കാരനായിരുന്ന KT, അദ്ദേഹത്തിൻ്റെ ജോലി ഇതാണ്. നിങ്ങൾ പുതിയ ആളുകൾക്ക് വേണ്ടി പറയാം. കോഴിക്കോട്ടെ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് തപാൽ ഉരുപ്പടികൾ ഒരു ട്രോളിയിൽ ആക്കിയിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉന്തിക്കൊണ്ടുപോവുക. കോഴിക്കോട്ടെ റോഡിലൂടെ ഉന്തിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുക. ഇതാണ് KT-യുടെ പണി, പ്രധാനപ്പെട്ട പണി. ആ പണിയെടുക്കുന്ന KT മുഹമ്മദ് എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിന് 48 ഇന്ത്യ ഗവൺമെൻറ്റിന് ഒരു കത്ത് വന്നു. ആ കത്ത് ഇതാണ്: താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാകിസ്ഥാൻ പോസ്റ്റൽ സർവീസിൽ ചേരാം, നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകാം. KT പറയുന്നത്, ആ കത്തുണ്ടാക്കിയ മുറിവ് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും എൻ്റെ ശരീരത്തിലും മനസ്സിലും ഉണങ്ങിയിട്ടില്ല എന്നാണ്. ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം ഉണ്ടായി. ആ നിയമത്തിൻ്റെ ഒക്കെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും പറയേണ്ട ഒരു വിഷയമാണ് ഇത്. അതാണ് KT-യെക്കുറിച്ചുള്ള ഒരു ഓർമ്മ. വാസു ചോറോട് മാഷുണ്ട്, എൻ്റെ ഒരു പ്രിയപ്പെട്ട ആളാണ്, സുഹൃത്താണ്, സീനിയർ സുഹൃത്താണ്. മാഷും ഞാനും കൂടിയിട്ട് ചെറുവത്തൂർ പാക്കനാർ ടാക്കീസിൽ നിന്ന് ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോഴിക്കോട്ട് നിന്ന് ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞത് KT പോയി എന്ന്, KT മരിച്ചുപോയി. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് സിനിമാ തിയേറ്റർ വിട്ട് ഇറങ്ങണമെന്ന് വിചാരിച്ചു. ആകെ അസ്വാസ്ഥ്യം ഉണ്ടായി. KT-യുടെ മരണം അപ്രതീക്ഷിതമായിരുന്നില്ല, എങ്കിലും വല്ലാത്ത അസ്വാസ്ഥ്യം ഉണ്ടായി. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയില്ല, ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. സിനിമ പ്രത്യേകിച്ചും ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്ന് മാത്രം. പിന്നീട് കുറച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് മാതൃഭൂമിക്കാർ KT-യെക്കുറിച്ചൊരു ലേഖനം ആവശ്യപ്പെടുകയുണ്ടായി. KT എന്ന പേരിൽ തന്നെ ഒരു ചെറിയ ലേഖനം എഴുതി. അതിൽ പറഞ്ഞൊരു കാര്യം ഇവിടെ ആവർത്തിക്കാം. ഞാൻ KT-യുടെ സുരഭില എന്നുള്ള വീട്ടിൽ പോയിരുന്നു. KT-ക്ക് സ്വന്തമായിട്ട് വീടൊന്നും ഉണ്ടായിരുന്നില്ല. KT പല വാടക വീടുകളിൽ താമസിച്ചു. എല്ലാ വാടക വീടുകൾക്കും സുരഭില എന്നാണ് പേരിട്ടിരുന്നത്. അപ്പോൾ ഒരു സുരഭിൽ, പുതിയങ്ങാടിയിലുള്ള ഒരു സുരഭിലയിലാണ് പോയത്, കോഴിക്കോട് പുതിയങ്ങാടിയിലുള്ള വീട്. ആ വീട്ടിൽ പോകുമ്പോൾ KT പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ കർണാടകത്തിലെ പ്രസിദ്ധനായിട്ടുള്ള, എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമുള്ള ഒരു നാടകകൃത്തിന് ജ്ഞാനപീഠ സമ്മാനം കിട്ടി. ആ ജ്ഞാനപീഠ സമ്മാനം കിട്ടിയ നാടകകൃത്തിന് മിക്കവാറും നാടകങ്ങൾ പുരാണ കഥകളും മറ്റും ആശ്രയിച്ചുള്ള, നാടോടി കഥകളും മറ്റും ആശ്രയിച്ചുള്ള നാടകമാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ജ്ഞാനപീഠ സമ്മാനം കിട്ടുന്നു. KT-ക്ക് ഒരു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പോലും കിട്ടിയിട്ടില്ല. കേരളത്തിലെ ഒരു നാടകകൃത്തിനും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നാടക സാഹിത്യത്തിനുള്ള അവാർഡ് കിട്ടിയിട്ടില്ല. അത് അവാർഡിന്റെ വിഷയമായിട്ടല്ല. KT ഒരു ഇന്ത്യൻ നാടകകൃത്ത് എന്ന നിലക്ക് ആദരിക്കപ്പെടേണ്ട, ശ്രദ്ധിക്കപ്പെടേണ്ട, പഠിക്കപ്പെടേണ്ട, അവതരിപ്പിക്കപ്പെടേണ്ട ആളാണ്. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ KT അത് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ട് ശൂന്യമായ ചുവരിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അവരൊക്കെ വലിയ ആളുകൾ. ഇതാണ് KT-യിൽ നിന്ന് കേട്ട അവസാനത്തെ വാക്ക്. KT-ക്ക് ആത്മവിശ്വാസമൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷേ താൻ അവഗണിക്കപ്പെടുകയാണ് എന്നുള്ള ഒരു ബോധ്യവും അദ്ദേഹത്തിന് അവസാന ഘട്ടത്തിലെങ്കിലും ഉണ്ടായിരുന്നു. KT-യെ കൂടുതൽ ശ്രദ്ധിക്കുക, KT-യുടെ നാടകങ്ങളിലേക്ക് അവതരണത്തിൻ്റെ ശ്രദ്ധ കൊണ്ടുവരിക, KT-യുടെ നാടകങ്ങളെക്കുറിച്ച് നല്ല പഠനങ്ങൾ, വെറും ഉണങ്ങിയ അക്കാഡമിക് പഠനങ്ങളല്ല, നല്ല പഠനങ്ങൾ ഉണ്ടാവുക പോലുള്ള കാര്യങ്ങൾ പ്രധാനമാണ്.
കാരണം വളരെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് KT എഴുതി. നീതിയെക്കുറിച്ച് എഴുതി, ദാരിദ്ര്യത്തെക്കുറിച്ച് എഴുതി, മാധ്യമങ്ങളെക്കുറിച്ച് എഴുതി, മഴയെക്കുറിച്ച് എഴുതി, ഏകാന്തതയെക്കുറിച്ച് എഴുതി, വിനിമയത്തെക്കുറിച്ച് എഴുതി. പിന്നെ ഇങ്ങനെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് KT എഴുതിയത്. അങ്ങനെ ഒരു നാടകകൃത്തിനെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടകത്തിലെ വലിയൊരു പ്രമേയ ലോകത്തെ, വ്യത്യസ്തമായ അവതരണ ലോകത്തെ അവഗണിക്കുക എന്ന അർത്ഥം. അതിനുള്ള അവകാശം നമുക്ക് ഇല്ല. KTയിലേക്കുള്ള പുതിയ ശ്രദ്ധ പുതിയ രാഷ്ട്രീയത്തിലേക്ക്, പുതിയ നാടകത്തിലേക്കുള്ള ശ്രദ്ധ തന്നെയായി മാറ്റാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അതാണ് കോഴിക്കോട്ടെ ഇംഗ്ലീഷ് പള്ളിയുടെ മുമ്പിൽ ഒരു സിമന്റ് പ്രതിമയായി നിന്നുകൊണ്ട് KT ഓർമ്മിപ്പിക്കുന്ന കാര്യം.